ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഇതുപോലെ നമ്മുടെ ടൈറ്റിൽ സ്ലൈഡിന് എങ്ങനെ ഒരു ഗ്രേഡിയന്റ് ഫിൽ നൽകാമെന്ന് പഠിക്കാം. ഞാൻ ആദ്യമായി ഒരു ബ്ലാങ്ക് സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഇമേജ് ആഡ് ചെയ്യാം. ഞാനിവിടെ തൽക്കാലം നമ്മുടെ പവർ പോയിന്റിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്ക് ഇമേജസിൽ നിന്നും ഒരു ഇമേജ് ആഡ് ചെയ്യുകയാണ്. ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുന്നു. സോ നമുക്കിവിടെ ഈ ഇമേജ് ഇതിലേക്ക് ആഡ് ആയിട്ടുണ്ട്. പക്ഷേ ഈ ഇമേജ് ഇപ്പോൾ നമ്മളുടെ സ്ലൈഡിനെ ഫുൾ കവർ ചെയ്യുന്ന രീതിയിലല്ല. സോ അതൊന്ന് പരിഹരിക്കാനായി ഞാനിവിടെ ക്രോപ്പ് സെലക്ട് ചെയ്ത് ആസ്പെക്ട് റേഷ്യോ 16:9 സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഒന്നുകൂടി ക്രോപ്പ് ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും നമ്മുടെ ഇമേജ് സെലക്ട് ചെയ്ത് ഏതെങ്കിലും ഒരു കോർണറിൽ സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇമേജ് ഇപ്പോൾ നമ്മുടെ ഈ സ്ക്രീനിലേക്ക് കംപ്ലീറ്റ് ആയി ഫിൽ ആയതായി കാണാം. ഇനി ഞാനൊരു ടെക്സ്റ്റ് ബോക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. ഞാനൊരു സാമ്പിൾ ടെക്സ്റ്റ് ആണ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നത്. ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് അതിൻ്റെ സൈസ് നമ്മുടെ ആവശ്യാനുസരണം ഇൻക്രീസ് ചെയ്യാം. വേണമെങ്കിൽ നമുക്കിതിനെ അപ്പർ കേസിലേക്ക് മാറ്റാവുന്നതാണ്. ഒന്ന് ബോൾഡും ചെയ്ത് നോക്കാം. ഇനി ഞാൻ ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് ഇവിടെ ഫോർമാറ്റ് ഷേപ്പ് എന്നുള്ള ടാബിൽ നിന്നും ടെക്സ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ സോളിഡ് ഫിൽ എന്നതിന് പകരം ഗ്രേഡിയന്റ് ഫിൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. സോ ഞാൻ ഓൾറെഡി നേരത്തെ ഈ ഗ്രേഡിയന്റ് ഫിൽ ഇവിടെ അപ്ലൈ ചെയ്തുകൊണ്ട് അതിൽ നിന്നും ഈ കളർ ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. സോ നമുക്കിവിടെ ഇതിൻ്റെ ഡയറക്ഷൻ ഏത് ഡയറക്ഷനിൽ വേണമെന്ന് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഞാൻ തൽക്കാലം ഈ ഒരു മെത്തേഡ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഇവിടെ ഈ സ്ലൈഡറുകൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ വേർഡിൻ്റെ എത്ര പെർസെൻറ്റേജ് ഈ കളേഴ്സ് വേണമെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി അതല്ല വീണ്ടും ഒരു കളർ നമുക്ക് ഇതിന് സെൻറ്ററിൽ എവിടെയെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു സ്ലൈഡർ അവിടെ അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പ് അവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ താഴെ ഈ കളർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള കളർ അതിലേക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ അവിടെ ഒരു ഗ്രീൻ കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം അതിൻ്റെ സെൻറ്ററിലായി ബ്ലൂവിൽ നിന്നും യെല്ലോയിലേക്ക് മാറുന്നതിനിടയിൽ ഒരു ഗ്രീൻ കളർ അവിടെ ആഡ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് സ്ലൈഡ് ഷോയിലൊന്ന് കണ്ടു നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ആനിമേഷൻസ് ഒന്നും നൽകിയിട്ടില്ല. നമ്മുടെ ആവശ്യാനുസരണം ഏത് ആനിമേഷൻ വേണമെങ്കിലും നൽകി നമുക്ക് നമ്മുടെ സ്ലൈഡിനെ കുറച്ചുകൂടി മനോഹരമാക്കാം. സോ അപ്പോൾ അത്രയുമായിരുന്നു നമ്മുടെ സ്ലൈഡിൽ ആഡ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റുകൾക്ക് ഗ്രേഡിയന്റ് ഫിൽ നൽകുന്നതിനെ കുറിച്ചുള്ള വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.